മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്നത് ഇപ്പോൾ 76,805 ബില്ലുകളാണെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പ് അനുമതി കൊടുക്കാത്തതാണ് ഇപ്പോൾ ഇത്രയും ബില്ലുകൾ കെട്ടിക്കിടക്കാൻ കാരണം. ഏറ്റവും കൂടുതൽ ബില്ലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. VA ഗിരീഷ് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നേരത്തെ RK സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അയവുണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം നിർണായകമാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമൊക്കെ ശമ്പളം നൽകേണ്ട ഒരു ദിവസം കൂടിയാണ്. ഇന്നലെ ബാങ്ക് അവധിയായതുകൊണ്ട് ഇന്നത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. സ്വാഭാവികമായും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്ന് വ്യക്തമാകുകയും ചെയ്യും. ഇതിനിടയിലാണ് ഈ മാർച്ച് മാസം അവസാനത്തോടുകൂടി ട്രഷറിയിൽ എത്തിയതും കെട്ടിക്കിടക്കുന്നതുമായ ബില്ലുകളുടെ കണക്കുകൾ കൂടി പുറത്തു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ അതിന്റെ പദ്ധതി ഡാഷ്ബോർഡിൽ ഈ വിവരങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതാണ്ട് 3.25 ലക്ഷത്തോളം ബില്ലുകൾ ട്രഷറികളിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ തന്നെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. ഇതിൽ 5 ലക്ഷത്തിന് മുകളിലുള്ള കൂടുതലുള്ള ബില്ലുകൾ മാറുന്നതിന് ധനവകുപ്പിന്റെ അനുമതി വേണം. ഈ അനുമതിക്കായി ധനവകുപ്പിനെ സമീപിച്ചെങ്കിലും മിക്കവർക്കും ഇതിനുള്ള അനുമതി ലഭിച്ചില്ല. അതായത് ട്രഷറി നിയന്ത്രണം സാമ്പത്തിക വർഷത്തിന്റെ അവസാന കാലങ്ങളിലെല്ലാം തന്നെ ഇന്ന് തുടർന്നിരുന്നു എന്നുള്ളതും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടേതാണ്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം പദ്ധതി വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ളതും ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കാണ്. സ്വാഭാവികമായും ഇവരുടെ ബില്ലുകൾ 76,805 ബില്ലുകൾ ട്രഷറികളിൽ മാറാതെ കെട്ടിക്കിടക്കുന്നുണ്ട്. മെയിൻ്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെയാണ് ഈ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. 1,045.32 കോടിയുടെ ബില്ലുകളാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടേതായി ഇപ്പോൾ ട്രഷറിയിലുള്ളത്. ഇതിൽ 54,201 ബില്ലുകളും ഗ്രാമപഞ്ചായത്തുകളുടേതാണ്. പ്രാദേശിക സർക്കാരുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് പണി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നൽകിയിട്ടുള്ള ബില്ലുകളാണ്. ഇത് എപ്പോൾ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ അയവ് വരുന്നതനുസരിച്ച് ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും മറ്റു കാര്യങ്ങളിൽ ശമ്പളവും പെൻഷനും ഉൾപ്പെടെയൊക്കെ കൊടുത്തു തീർത്താലും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള പദ്ധതികളെ ആണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നു. ഈ ബില്ലുകൾ മാറി നൽകാതെ പുതിയ സാമ്പത്തിക വർഷം പദ്ധതികൾ ഏറ്റെടുക്കില്ല എന്ന നിലപാടിലേക്ക് കരാറുകാർ ഉൾപ്പെടെയുള്ളവർ നീങ്ങുകയും ചെയ്യുന്നു. SKN. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്. സന്തോഷ് കുമാർ ലക്ഷ്മണൻ പറയുന്നു, കാലത്ത് തന്നെ കോടികളുടെ വാർത്തകൾ കേൾക്കാൻ നല്ല സുഖമാണ്, കയ്യിൽ 5 പൈസ എടുക്കാനില്ല. എനിക്കറിയാം നിങ്ങൾ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടൊക്കെ ശരിക്കും മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അശോകൻ ചോദിക്കുന്നത് കാപ്പിയാണോ ചായയാണോ രാവിലെ കുടിക്കുന്നത്? ഇത് കോഫിയായിരുന്നു കുടിച്ചത്. അപ്പോൾ ചായയൊക്കെ കുടിക്കും, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അച്ചൂസ് ചാനൽ വീഡിയോ പറയുന്നു, ഇവിടെ രാഷ്ട്രീയം പറയാമെന്ന പരിപാടിയിൽ ആഷ്മി നന്നായി പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. നന്നായി പണിയെടുക്കാത്ത നമുക്ക് അവതാരകനായിട്ട് നിൽക്കാൻ പറ്റുമോ സുഹൃത്തെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.